ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരു ഒറ്റ പേപ്പറിൻ്റെ അകത്ത് പോലും ഒരു വരി പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇത് പരസ്യവേദിയാണ്. യേശുക്രിസ്തു ഒരു മതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, മതം സ്ഥാപിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, മതത്തിൽ ചേരാനോ ചേർക്കാനോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാത്ത ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നിട്ടും നാട്ടുകാർ നമ്മളെ നോക്കി പറയുന്നത് മതം മാറ്റുന്നവർ എന്നാണ്. എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരും. കാരണം ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഈ പെന്തക്കോസ്ത് ഉപദേശിമാരെ വീട്ടിൽ കയറ്റല്ലേ കേട്ടോ, അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്നൊരു ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ചേച്ചിയോടും ചേച്ചിയുടെ ഫാൻസുകാരോടും ഒക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോകരുതോ? 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ നല്ലൊരു 1000 രൂപയെ ഒരു മുഴുത്ത കോഴിക്കാലും കാണിച്ചാൽ അവർ തിരിച്ചു വരികയില്ലേ? അപ്പോൾ അങ്ങനെ വെറുതെ ആക്ഷേപിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഇന്ന് രാത്രി നിന്നുകൊണ്ട് അല്പസമയം സംസാരിക്കാൻ ആശിക്കുന്നത്, എന്തുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, എന്താണ് ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം? വളരെ ചുരുങ്ങിയ ചില മിനിറ്റുകളിൽ ഒരു സന്ദേശം ഈ കട്ടപ്പന ദേശത്തോട് അറിയിച്ച ശേഷം ഇവർ പിന്നെയും മനോഹരമായ ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരല്പസമയം ഒരു ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ സകല പ്രസംഗങ്ങൾക്കും ആധാരം വിശുദ്ധ ബൈബിൾ എന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവനിശ്വാസത്താൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 49-ാം സങ്കീർത്തനം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ആ 49-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്നു. ഒന്നുകൂടി പറയാം, മാന്യതയോടെ ജീവിക്കുന്ന മനുഷ്യന്മാർ മൃഗതുല്യരായി മാറുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഈ പുസ്തകത്തിൽ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2026 ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ തിരുവചനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ കേരളം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ച് ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമായി പറയാൻ പ്രാഗൽഭ്യമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച ഭരണകൂടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചത് കൊണ്ടൊന്നുമല്ല, മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച പോലീസ് സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. കഴിവുറ്റ മികവുറ്റ പോലീസ് സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒരു പരിധിവരെ പുറത്താക്കിക്കൊണ്ട് സാക്ഷരതയുള്ള 100% സാക്ഷരത കൈവരിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനവും നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെയാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ പോരാത്തതിന് പ്രകൃതി രമണീയമായ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വയനാടിൻ്റെയും മൂന്നാറിൻ്റെയും ഇടുക്കിയുടെയും ഒക്കെ പ്രകൃതി സൗന്ദര്യം കാലാകാലങ്ങളിൽ വൈദേശികരായിരിക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിച്ചു വരുത്തുന്ന പ്രകൃതി സൗന്ദര്യം നമ്മുടെ നാടിനുണ്ട്. കാലങ്ങളായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന വൈദേശികരായിരിക്കുന്ന ആളുകൾ നമ്മുടെ നാടിൻ്റെ നെടുകയും കുറുകയും സഞ്ചരിച്ച് അനന്തരം അവർ കടന്നുപോയി നമ്മുടെ ഈ കൊച്ചു നാടിനെ നോക്കി അവർ വിളിച്ച ഓമന പേരുണ്ട് കേരള. ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിന് അർഹമായ ഈ മനോഹരമായ കൊച്ചു കേരളത്തിൽ ഒരു മലയാളിയായി ജനിക്കുവാനും ജീവിക്കുവാനും കഴിയുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വകയുള്ള സംഗതി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കാര്യം ഇതൊക്കെയാണെങ്കിലും നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 2026 കമ്പ്യൂട്ടർ യുഗത്തിലാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഓരോ പ്രഭാതത്തിലും നമ്മുടെ സിറ്റൗട്ടിൽ പറന്നു വീഴുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകളെടുത്ത് പരിശോധിച്ചാൽ ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണോ എന്ന ചോദ്യത്തിന് മലയാളികൾ മൗനം പാലിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ്? ഓരോ ദിവസങ്ങളിലും നമ്മുടെ സിറ്റൗട്ടിൽ പറന്നു വീഴുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ അക്രമത്തിൻ്റെയും പീഡനത്തിൻ്റെയും സ്ഫോടനത്തിൻ്റെയും പിടിച്ചുപറിയുടെയും ബലാത്സംഗത്തിൻ്റെയും കുലപാതകത്തിൻ്റെയും ഒക്കെ വാർത്തകളില്ലാത്ത ഒരൊറ്റ പത്രം പോലും ഇന്ന് സാക്ഷര കേരളത്തിൽ കാണാനേ ഇല്ല. പോരാത്തതിന് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ
TV എന്ന് പറയുന്ന ഉപകരണം വാങ്ങിയാൽ, ഇവിടെ പ്രായമുള്ളവർക്ക് മനസ്സിലാകും, പണ്ട് വീട്ടിൽ TV വാങ്ങിയാൽ മാതാപിതാക്കൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എടാ വീട്ടിൽ TV മേടിച്ചിട്ടുണ്ട്, പക്ഷേ വാർത്തയല്ലാതെ ഒറ്റ പരിപാടി ഇവിടെ ഇട്ടേക്കരുത് എന്ന് പറഞ്ഞൊരു കാലം പണ്ടുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇന്ന് വീട്ടിൽ TV വാങ്ങിയാൽ മാതാപിതാക്കൾ പറയേണ്ടി വരുന്നത്, വേണമെങ്കിൽ 2 സീരിയലോ 4 സിനിമയോ കണ്ടോ, പക്ഷേ വാർത്ത ഇട്ടേക്കരുത് എന്ന് പറയേണ്ട ഗതികേട് ഇന്ന് സാക്ഷര കേരളത്തിനുണ്ട്. എന്താ കാര്യം? ഓരോ ദിവസവും ഈ കൊച്ചു കേരളത്തിലെ ഓരോ പൗരനും ഒരു ദിവസം തള്ളി നീക്കുവാൻ 100 കണക്കിന് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു നാടാണ് ഇന്ന് നമ്മുടെ കേരളം. തർക്കമില്ലല്ലോ. ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു പോകാൻ 100 കണക്കിന് പ്രതിസന്ധികൾ ഒരു പൗരൻ നേരിടേണ്ടി വരുന്ന നാടാണ് ഇന്ന് കേരളം. എന്നാൽ ഈ പൗരൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഈ പൗരന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കടപ്പെട്ടവരെയാണ് നമ്മൾ മാധ്യമങ്ങളെന്ന് വിളിക്കുന്നത്. അതാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. ഒരു പൗരൻ ഈ പൊതുസമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കടപ്പെട്ട മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്വം മറന്നിട്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും സിനിമാ താരങ്ങളുടെയും പീഡനത്തിൻ്റെ വാർത്തകൾ മാത്രം തെരഞ്ഞുപിടിച്ച് ചർച്ചകൾ നടത്തി അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ സ്വീകരണ മുറിയിൽ നടക്കുന്ന TV ചാനലുകളിലെ അന്തിച്ചർച്ചകൾ മുഴുവൻ പീഡനത്തിൻ്റെ വാർത്തകളായി മാറിയപ്പോൾ മനോഹരമായ നമ്മുടെ ഹരിത കേരളം പിന്നെ സരിത കേരളമായി, ഇപ്പോൾ സ്വപ്ന കേരളമായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടും കേട്ടും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത മാതാപിതാക്കൾ വാർത്ത ഇവിടെ വെച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സാക്ഷര കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഈ ഓരോ ദിവസം കഴിയുന്തോറും ഇത്രയധികം ഭീകരമാകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ മലയാളിയും ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ മികച്ച ഭരണകൂടമില്ലാഞ്ഞിട്ടോ അല്ല, ഇരട്ട ചങ്കുള്ള നേതാവ് ഭരിക്കുന്ന കേരളം, മികച്ച പോലീസ് സംവിധാനങ്ങൾ ഇവിടെയുള്ള കേരളം, ഇത്രയധികം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രയധികം തരം താഴുന്ന നിലയിലേക്കുള്ള വാർത്തകൾ നമ്മുടെ കാതുകളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് മലയാളി സുബോധത്തോടെ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. നമുക്കിവിടെ അടുത്തുള്ള ബഹുമാനപ്പെട്ട പോലീസ് സംവിധാനത്തോട് ചോദിക്കാം, സാർ എന്തുകൊണ്ടാണ് സാർ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നത്? സാർ ഇവിടുത്തെ ഭരണകൂടം ശക്തമല്ലേ സാർ? സാർ ഇവിടെ ഇരട്ടച്ചങ്കുള്ള നേതാവ് ഭരിക്കുന്നില്ലേ സാർ? സാർ ഇവിടുത്തെ പോലീസ് സംവിധാനം ശക്തമല്ലേ സാർ? സാർ ഇവിടുത്തെ ജയിലറകൾ വലിയ കനമുള്ള ജയിലറകളൊക്കെ തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ നാട്ടിൽ വർദ്ധിക്കുന്നത്? ചോദ്യത്തിൻ്റെ ഉത്തരമായി ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ പലപ്പോഴും പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ഞങ്ങൾ എന്തു ചെയ്യാനാണ്, കാക്കിയിട്ടെങ്കിലും ഞങ്ങളും മനുഷ്യന്മാർ തന്നെയല്ലേ, കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു, ഞങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തതായിരിക്കുന്നു കാര്യങ്ങൾ. അവർ പറയുകയാണ്, ഒരു ദിവസം ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ 10 കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ, ശ്രദ്ധിക്കണം, ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഒരു 10 കേസ് റിപ്പോർട്ട് ചെയ്താൽ അതിൽ 9 കേസിലും ഉൾപ്പെട്ട പ്രതികളെക്കുറിച്ച് പോലീസുകാർ തയ്യാറാക്കുന്ന FIR-ലും കോടതി മുറിയിലേക്ക് അയക്കുന്ന കുറ്റപത്രങ്ങളിലും അവർക്ക് എഴുതി ചേർക്കേണ്ടി വരുന്ന ഒരു പദം ശ്രദ്ധേയമാണ്. കട്ടപ്പനക്കാർ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. ആ പ്രത്യേക പദം വളരെ ശ്രദ്ധേയമാണ്. ഏതാണ് ആ പദം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. സംഭവ സമയത്ത് പ്രതി മദ്യ ലഹരിയിലായിരുന്നുവെന്നോ, സംഭവ സമയത്ത് പ്രതിക്ക് സുബോധമില്ലായിരുന്നെന്നോ, സംഭവ സമയത്ത് പ്രതി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നെന്നോ, അങ്ങനെ ഏതൊരു കുറ്റകൃത്യങ്ങൾ നാം എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം പിറകിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന യഥാർത്ഥ വില്ലൻ ഈ ലഹരി എന്ന് പറയുന്ന ചെകുത്താനല്ലേ? നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമല്ലേ? കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ലഹരി എന്ന് പറയുന്ന ചെകുത്താൻ ഭാവിയുടെ ഭരണചക്രം തിരിക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ കാർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ ജില്ലയായിരിക്കുന്ന കൊല്ലം ജില്ല വാർത്തകളിൽ ഫേമസ് ആണ്. കൊല്ലം ജില്ലയിൽ ചില മാസങ്ങൾക്കപ്പുറത്ത് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് 7 വയസ്സുള്ളൊരു പെൺകുഞ്ഞ് തൻ്റെ കൊച്ചച്ഛൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് തുള്ളിച്ചാടി തൂങ്ങിയാടി സ്കൂളിലേക്ക് പോയി. ഒന്ന് ശ്രദ്ധിക്കണം, 7 വയസ്സുള്ള കുഞ്ഞ് കൊച്ചച്ഛൻ്റെ കൈവിരൽ തുമ്പിൽ പിടിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഒരു ധൈര്യമില്ലേ? ഉണ്ട്. എന്താണ് ആ ധൈര്യം? അച്ഛൻ്റെ സ്ഥാനത്തുള്ളൊരു മനുഷ്യനെയാണ് നമ്മൾ കൊച്ചച്ഛൻ എന്ന് വിളിക്കാറ്. അച്ഛന് കൊടുക്കേണ്ട ബഹുമാനമാണ് നമ്മൾ ആ മനുഷ്യന് കൊടുക്കാറ്. അങ്ങനെ ഒരു കൊച്ചച്ഛൻ്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നതെന്നും ഈ യാത്രയിൽ ആരും എന്നെ ഉപദ്രവിക്കില്ല എന്നൊരു ധൈര്യവും ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ എന്താ സംഭവിച്ചത്? നിങ്ങൾക്കെല്ലാം അറിയാം. ആളൊഴിഞ്ഞ ഒരു പ്രദേശമെത്തിയപ്പോൾ ഈ കൊച്ചച്ഛൻ എന്ന് പറയുന്ന നരാധമൻ 7 വയസ്സുള്ള പെൺകുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളയുക മാത്രമല്ല, മരിച്ചതിനനന്തരം ആ മൃത ശരീരത്തിൽ പോലും പീഡനത്തിൻ്റെ ചിത്രങ്ങൾ അഴിച്ചുവിട്ട് പൊന്തക്കാട്ടിലേക്ക് എടുത്തെറിഞ്ഞ ആ പെൺകുഞ്ഞിൻ്റെ മൃതശരീരം ഹൃദയം കീറിമുറിക്കുന്ന വേദനയോടെ മലയാളികൾ കണ്ടു മറന്നതാണ്.
എന്നാൽ ചിന്ത അതല്ല. പോലീസ് അധികാരികൾ ഈ കൊച്ചച്ഛൻ എന്ന് പറഞ്ഞ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ വളരെ ലാഘവത്തോടെ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി കേരളത്തിന് ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താ? അയ്യോ സാറേ, മദ്യലഹരിയിൽ ചെയ്തു പോയി എന്നാണ്. ചിന്തിക്കണം. സ്വന്തം ഭവനത്തിൽ പാർക്കുന്ന 7 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് നിങ്ങളുടെയൊക്കെ ഭവനത്തിൽ ഉണ്ടാകാം, ഇല്ലെങ്കിൽ നാളെ വളർന്നു വരുന്നുണ്ടാകാം. ആ 7 വയസ്സുള്ള പെൺകുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടുന്ന മനുഷ്യൻ്റെ ആ ബുദ്ധിമണ്ഡലത്തെ മുരടിപ്പിച്ച ചെകുത്താൻ്റെ പേരാണ് കേരള സമൂഹമേ ലഹരി എന്ന് പറയുന്ന മാരക വിപത്ത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ദേ പത്തനംതിട്ട റബ്ബർ തോട്ടത്തിനിടയിലൂടെ ഒരമ്മ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ആരിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ആ പെറ്റതള്ളയെ ഉപദ്രവിക്കുവാൻ ഓടിച്ചത് മകനാണ്. മോനെ, ഞാൻ നിൻ്റെ അമ്മയാടാ എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് ഓടുന്ന അമ്മയെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ച മകനെ കോടതി മുറിയുടെ വിചാരണ വേളയിൽ നീ ഒരു മനുഷ്യനാണോടാ എന്ന് അഡ്വക്കേറ്റിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ അലറിക്കരഞ്ഞുകൊണ്ട് അവനും പറഞ്ഞ മറുപടി ഒന്നേ ഉള്ളൂ, സാർ. അയ്യോ സാറേ, മദ്യലഹരിയിൽ ചെയ്തു പോയി, എനിക്ക് സുബോധമില്ലായിരുന്നു എന്ന്. 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയെ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഒരു ചെറുപ്പക്കാരൻ്റെ ബുദ്ധിമണ്ഡലത്തെ മുരടിപ്പിച്ച ചെകുത്താൻ്റെ പേരാണ് മദ്യം അഥവാ ലഹരി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ശ്രദ്ധിച്ചോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അതാ കുടിച്ച് ജംഗ്ഷനിൽ ലെക്ക് കെട്ട് ആടി നിൽക്കുന്ന അപ്പനെ കണ്ടു. കൈക്ക് പിടിച്ച് അവൾ പറയുകയാണ്, അച്ഛാ വീട്ടിൽ പോകാൻ വെച്ചാ, വാ അച്ഛാ വീട്ടിൽ പോകാൻ വെച്ചാ എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് വലിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം പെൺകുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയാത്ത ബോധമണ്ഡലത്തിൽ നിൽക്കുന്ന അപ്പൻ അവളുടെ ഉടുപ്പ് പിടിച്ച് വലിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. ജംഗ്ഷനിൽ കുതറി ഓടിയ പെൺകുഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ +2 പഠിക്കുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ മോളെ, എന്താടി കരയുന്നത്? അവൾ പറഞ്ഞു, അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തു. അവൻ ഓടി അടുക്കളയിലിരുന്ന കറിക്കത്തി എടുത്തുകൊണ്ട് കവലയിലേക്ക് പാഞ്ഞു. കുടിച്ച് ലെക്ക് കെട്ട് ജംഗ്ഷനിൽ ആടി നിൽക്കുന്ന അപ്പനെ ഒറ്റ ചവിട്ടിന് ഓടയിലിട്ടുകൊണ്ട് ആ കറിക്കത്തി അപ്പൻ്റെ നെഞ്ചിലേക്ക് അവൻ കുത്തിയിറക്കി. പോലീസ് അധികാരികൾ വിവരമറിഞ്ഞ് +2 പഠിക്കുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വാർത്ത വീട്ടിലിരിക്കുന്ന അമ്മയും അനിയത്തിയും അറിഞ്ഞപ്പോൾ അടുക്കളയുടെ മൂലയിൽ കന്നാസിലിരുന്ന മണ്ണെണ്ണ എടുത്ത് ശരീരത്തിലൂടെ ഒഴിച്ച് ആ അമ്മയും അനിയത്തിയും ആത്മഹത്യ ചെയ്തു. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കട്ടപ്പന കേൾക്കുന്നുണ്ടോ? മനോഹരമായ പൂ പോലെ വിരിഞ്ഞു നിന്ന ഒരു കുടുംബത്തെ 10 മിനിറ്റ് കൊണ്ട് പൂപ്പരപ്പിൽ നിന്ന് തുടച്ചു നീക്കിയ ചെകുത്താനാണ് ഇന്ന് കേരളക്കരയെ ഭരിക്കുന്ന ലഹരി എന്ന് പറയുന്ന വിപത്ത്. പണ്ട് മാതാപിതാക്കൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്താ? രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ എൻ്റെ കുഞ്ഞ് സുരക്ഷിതനാണ് എന്ന ധൈര്യം കേരളത്തിലെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. എന്താ കാര്യം? 10 മണി തൊട്ട് 4 മണി വരെ എൻ്റെ കുഞ്ഞ് സ്കൂളിലാണ്, അതുകൊണ്ട് അവൻ സുരക്ഷിതനാണെന്ന ധൈര്യം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ഭയപ്പെടുന്ന സമയം 10 മണി തൊട്ട് 4 മണി വരെയുള്ള സമയമാണ്. എന്തുകൊണ്ടാണ്? കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന രാസലഹരിയും സിന്തറ്റിക് ലഹരിയുമൊക്കെ ഭാവി തലമുറയെ കാർന്നു പിടിച്ചു കഴിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരിക്കലൊരു കവലയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന പോലീസ് അധികാരി വണ്ടി നിർത്തി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അല്പം അദ്ദേഹം കേട്ടു നിന്നു. ശേഷം കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രസംഗം കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും തുടരണം. ചോദിച്ചു, എന്താ സാർ? അദ്ദേഹം പറയുകയാണ്, ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ നിന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ ബാഗിൽ നിന്നാണ് MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി കണ്ടെടുത്തത് എന്ന്. ആ കുഞ്ഞിൻ്റെ പ്രായം പരിഗണിച്ച് വാർത്ത പുറത്തുവിടാതെ രഹസ്യമായ അന്വേഷണം നടക്കുന്നു എന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നാളെ നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലും കാണും 6 വയസ്സുള്ള അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ്. ചിന്തിക്കണം, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ബാഗ് എല്ലാ ദിവസവും പരിശോധിക്കാറില്ല. പുതിയ ഉദ്യോഗസ്ഥന്മാരുടെ പുതിയ വിവരങ്ങൾ അനുസരിച്ച് അവർ പറയുന്നത് ഇപ്പോഴത്തെ വിദ്യാർത്ഥിനികൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ യൂണിഫോമിനോടൊപ്പം ആരും കാണാതെ ഒരു ജോഡി കളർ ഡ്രസ്സ് എടുത്ത് ബാഗിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നു എന്നാണ്. ആരും കാണാതെ ഏതെങ്കിലും പാർക്കിൻ്റെ മരച്ചുവട്ടിലോ ഏതെങ്കിലും ബീച്ചിലോ ഏതെങ്കിലും മാളുകളിലോ അവർ ചെല്ലുന്നു, യൂണിഫോം ഊരി ബാഗിൽ വെക്കുന്നു, കരുതി വെച്ചിരിക്കുന്ന കളർ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് കാത്തു നിൽക്കുന്ന ചെക്കൻ്റെ ഒപ്പം ബൈക്കിൻ്റെ പുറത്ത് പാഞ്ഞു പോകുന്ന ആധുനിക തലമുറയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈക്കിൽ പോകുന്ന 2 പേർക്കും ഹെൽമറ്റ് വേണമെന്ന നിയമം വന്നതുകൊണ്ട് പിള്ളേർ ഹാപ്പിയാണ്. പപ്പയുടെ മുമ്പിൽ കൂടെ പോകാം, മമ്മിയുടെ മുമ്പിൽ കൂടെ പോകാം, ടാറ്റ പറഞ്ഞു പോയാൽ മതി. സ്വന്തം മകളാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. ശ്രദ്ധിക്കണം, സ്കൂളുകളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്ന നിലയിലേക്ക് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് സാക്ഷര കേരളം ആയി തീർന്നിരിക്കുന്നു.
ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ നാട്ടിൽ ദൈവവിശ്വാസങ്ങളില്ലാഞ്ഞിട്ടോ, അതോ മതങ്ങളില്ലാഞ്ഞിട്ടോ, അതോ മതഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടോ, തത്വശാസ്ത്ര സംഹിതകളില്ലാഞ്ഞിട്ടോ, എ മുതൽ ഇസഡ് വരെ കൂണുപോലെ ഓരോ അക്ഷരമാലയിലും മുളച്ചു പൊങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏതും പോരാത്തതിന് ആൾ ദൈവങ്ങളും കേരളത്തിലുണ്ട്. ഇപ്പൊ മുക്കിന് ഓരോന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഓരോ ആഴ്ചയിലും ഓരോ പഞ്ചായത്തിൽ നിന്നാണ് ആൾ ദൈവങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. ഇതെല്ലാം കേരളത്തിലുണ്ട്. ഇതൊക്കെ ആയിട്ടും ഈ മനുഷ്യൻ്റെ ഈ അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന്, ഈ തിന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പണ്ട് കാലത്ത് കേട്ടുകേൾവി പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത വാർത്തകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ പകലുപോലെ വെളിപ്പെട്ട് വരുവാനുള്ള കാരണം എന്താണ് എന്ന് സാക്ഷര കേരളത്തിലെ ഓരോ മലയാളിയും തലച്ചോറിൻ്റെ അകത്ത് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ ലഹരി എന്ന് പറയുന്ന വിപത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിന് പിടിച്ച് മുറുക്കിക്കൊണ്ട് ഇവിടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരമാലകളിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ വിഷവിത്തിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ചിന്തിക്കേണ്ടതല്ലേ മലയാളി? ഈ അടുത്ത കാലത്ത് ഒരു കവലയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടിയൻ ചേട്ടൻ ആടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടോ ഉപദേശിമാരെ, ഇവിടെ മനുഷ്യൻ കള്ളു കുടിച്ചും വെള്ളം ഉണ്ടാക്കിയും നടക്കുന്നെങ്കിൽ അതിനെയൊക്കെ നന്നാക്കാൻ ഇവിടെ പോലീസും ഗവൺമെൻറ്റും ഉണ്ട്. നീയൊക്കെ കിടന്ന് തൊണ്ട കീറിയിട്ട് എന്താ ചെയ്യാനാണ്? ഒരു കുടിയൻ ചോദിക്കുക, ഈ മദ്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇവിടെ പോലീസും ഗവൺമെൻറ്റും ഉണ്ടെന്ന്. ചുമ്മാ ചിരിപ്പിക്കല്ലേ ചങ്ങാതി, ചുമ്മാ ചിരിപ്പിക്കല്ലേ. ഈ ലഹരിയിൽ നിന്ന്, മദ്യത്തിൽ നിന്ന് ഇവിടെ ഗവൺമെൻറ് രക്ഷിക്കുമെന്ന്. കട്ടപ്പനയ്ക്ക് നട്ടലുണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടെ പറയണം, ഈ കൊച്ചു കേരളത്തിൽ കുടിക്കാൻ മദ്യം വിളമ്പുന്നത് ആരാണെന്ന് ധൈര്യത്തോടെ പറയണം. ആരാ ഇവിടെ മദ്യം വിളമ്പുന്നത്? ഇവിടെ ഭരിക്കുന്ന അതാത് ഗവൺമെൻറ്റുകളാണ് ഇവിടെ കുടിക്കാൻ മദ്യം കൊടുക്കുന്നത്. സത്യമല്ലേ? സത്യ. എന്നാൽ കുടിച്ചവനെ വഴി പിടിച്ചു നിർത്തി പിഴയടപ്പിക്കുന്ന ആരാണ്? അതും സർക്കാർ തന്നെയാണ്. അടിപൊളി. കുടിക്കാൻ കൊടുക്കുന്നത് സർക്കാർ, കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്നത് സർക്കാർ. നാടകമേ ഉലകം. ഇതൊന്നും തിരിച്ചറിയാത്ത കോമാളികളായി പൊതുജനം കഴുതിയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്നെ കേൾക്കുന്ന കട്ടപ്പനയിലെ ഇവിടുത്തെ തൊഴിലാളി വർഗ്ഗങ്ങളായിരിക്കുന്ന സഹോദരന്മാർ ഒരു നിമിഷം ശ്രദ്ധിക്കണം. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു. വൈകിട്ട് 1200 രൂപ ശമ്പളം വാങ്ങി പോക്കറ്റിൽ തിരികുന്നു. കയ്യും കാലും മുഖവും കഴുകുന്നു. ഒറ്റ ഓട്ടമാണ്. എവിടെ? ബിവറേജിൻ്റെ തിണ്ണയിലേക്ക്. തലേ തോർത്ത് വിട്ടുകൊണ്ട് പമ്മി നിൽക്കുകയാണ് കുപ്പിയെടുക്കാൻ. തൊട്ടുപുറകിൽ ഹെൽമെറ്റ് വെച്ചോണ്ട് മോൻ നിപ്പുണ്ട്. അത് പുള്ളി അറിയുന്നില്ല. അപ്പൻ തോർത്തിട്ടുണ്ട്, മോ ഹെൽമെറ്റ് വെച്ചോണ്ട്. രണ്ടുപേരും ഒറ്റ ക്യൂവിൽ നിൽക്കുന്നതാണ് പുതിയ കാഴ്ച. ശ്രദ്ധിക്കണേ. 1200-ൽ 700 രൂപ കൊടുത്ത് കുപ്പിയെടുത്ത അപ്പൻ ബിവറേജിൻ്റെ മൂലയിൽ മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർക്കുന്നു. അപ്പൻ ഫിറ്റാകുന്നു, കുപ്പി കാലിയാകുന്നു, മിച്ചം 500 ആകുന്നു. കണക്ക് ശരിയാണോ എന്ന് ശ്രദ്ധിച്ചോണം. മിച്ചം 500. കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി അടുത്തുള്ള ആക്രിക്കടയിൽ വരുന്നു. കാലിക്കുപ്പി അവിടെ കൊടുത്തു. കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് 1 രൂപയല്ലേ ഉള്ളൂ. വികസനമാണല്ലോ. ഏത് വികസനം? അപ്പം 3 കിലോ അരി വീട്ടിലെത്തും. പെണ്ണും പിള്ളയ്ക്ക് പരാതിയില്ല. ഒന്ന് ശ്രദ്ധിക്കണേ. 3 കിലോ അരിയും കൊണ്ട് ഇവൻ ആടി കൈനറ്റിക്കൊണ്ടായെടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി. ഏത്? ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് ഇരപിടിക്കുന്ന ജീവി പിടിച്ചു. ഊതടാന്ന് പറഞ്ഞ് ഊതി ബാക്കി 500 ഉള്ളത് അവനും കൊണ്ടുപോയി. ഇതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിൽക്കുന്നിടത്ത് പോലീസ് കാവല്, വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവില്. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിൽക്കുന്നിടത്ത് അടി ഉണ്ടാകാതിരിക്കാൻ കാവല് നിൽക്കണം, വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവിൽ പോയി ഒളിച്ചിരിക്കണം. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെ PSC പരീക്ഷയ്ക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. കേരളത്തിൽ ഒളിച്ചിരുന്ന് ഇരപിടിക്കുന്ന ജീവി ആരാന്ന് ചോദിച്ചാൽ പിള്ളേർ കണ്ണും പൂട്ടി എഴുതി വെക്കും കേരള പോലീസ് എന്ന്. അമ്മാതിരി നാടകങ്ങൾ ഇവിടെ നടക്കുന്നു. ഒരു വശത്തെ ഗവൺമെൻറ് കുടിക്കാൻ കൊടുക്കുന്നു, മറുവശത്ത് കുടിച്ചവനെ പിടിച്ച് പിഴയടപ്പിക്കുന്നു. ഇമാതിരി കോമഡികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തിരിച്ചറിയാത്ത കുറച്ച് പേട്ട് പിള്ളേര് ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും മടിയില്ലാതെ നടക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന യുവ സ്നേഹിത, കൂട്ടുകാരാ, കൂടപ്പുറപ്പ്, നീ ഏത് പാർട്ടിക്ക് വേണ്ടി അടിച്ചാലും ഇടിച്ചാലും ചത്താലും കൊന്നാലും ഇരു പാർട്ടിയുടെ നേതാക്കന്മാർ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് ക്യാമറയുടെ നേരെ നോക്കി വളിച്ച ചിരിയും ചിരിച്ച് അവരവരുടെ വീട്ടിൽ പോകുകയല്ലേ? ആരാ നിനക്ക് വേണ്ടി കരയുന്നത്? നിന്റെ 10 മാസം വയറ്റിൽ ചുമന്ന് നിന്നെ പ്രസവിച്ച പെറ്റതള്ളയുടെ കണ്ണും തോളിൽ കൈയിട്ടുകൊണ്ട് സ്കൂളിൽ പോയ കൂടപ്പുറപ്പിൻ്റെ കണ്ണുമല്ലേ കാലാകാലം നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അപ്പുറത്ത് എന്ത് മാറ്റം ഇവിടെ സംഭവിച്ചു ചിന്തിക്കണം. 2, ഈ കൊച്ചു കേരളത്തിൽ ഒറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രക്തസാക്ഷികളായി തെരുവിൽ ചത്തട്ടിലടോ ചെറുപ്പക്കാരാ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അമേരിക്ക, USA, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, UK ഒക്കെ പോയി പഠിച്ച് നല്ല വീട് മേടിച്ച്, നല്ല ജോലി മേടിച്ച്, നല്ല കാർ മേടിച്ച് അവർ നന്നായി ജീവിക്കുന്നു. നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് മക്കളെ കാണാൻ ഫ്ലൈറ്റ് കയറുന്നു. മക്കളുമായി ഒന്നിച്ചിരുന്ന് ചിക്കനും മട്ടണും കടിച്ചു പറിക്കുന്ന വീഡിയോ പിടിച്ച് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ ഇടുമ്പോൾ ദാ ഇങ്ങകലെ കട്ടപ്പനയിലെ കൊച്ചു ഗ്രാമത്തിൽ പെറ്റതള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവൻ ലൈക്ക്
ലൈക്കും കമൻറ്റ് പഠിച്ച് റോഡിൽ കിടന്ന് ചാകുന്നു. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിന്തിക്കണം സ്നേഹിത. ചില ആളുകൾ ചിന്തിക്കും, അയ്യോ ഇത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെയാണ് തോന്നുന്നത്. അങ്ങനൊന്നും ആരും ചിന്തിക്കണ്ട. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്തുകളയാ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ചുക്കും ഇവിടെ സംഭവിക്കത്തില്ല. കാരണം ലോട്ടറിയും മദ്യവും ഒക്കെ നിരോധിച്ചിട്ട് ഭരിക്കാൻ ത്രാണിയില്ലാത്ത ഭരണകൂടങ്ങളാണ് മാറി മാറി നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ യുവജനങ്ങൾ പിന്നെയും കുടിച്ചുകൊണ്ടേയിരിക്കും. കുടിയന്മാരവിടെ പെരുകിക്കൊണ്ടേയിരിക്കും. പോരാത്തതിന് അടുത്ത കാലത്ത് വായിച്ചൊരു വാർത്ത, കേരളത്തിൽ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമാന്തരങ്ങളിൽ കള്ള വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞത്. ക്ഷമിക്കണം, കള്ളെന്ന് പറയാൻ പാടില്ല, പോലീസ് പിടിക്കും. പോഷകാഹാരം എന്ന് പറയണമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തിരുത്തുന്നു, പോഷകാഹാരം. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അംഗൻവാടി പഠിക്കുന്ന കുട്ടികൾക്കും കൊടുക്കണം സാർ. ഉപ്പുമാവിൻ്റെ ഒപ്പം ഒരു കുപ്പി പോഷകാഹാരം വെട്ടി തുടങ്ങട്ടെ. 10ാം ക്ലാസ്സിലും 11ലും ഒക്കെ വെട്ടി തുടങ്ങിയതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇനി അംഗൻവാടി തൊട്ട് വെട്ടി തുടങ്ങട്ടെ. കണ്ടോ? അപ്പോൾ മാറി മാറി ഭരിക്കുന്ന ഭരണകൂട കോമരങ്ങൾക്കൊന്നും മനുഷ്യനെ ഇത്തരം തിന്മകളിൽ നിന്ന്, ഇത്തരം വിപത്തുകളിൽ നിന്ന് ഒരു തരത്തിലും വിടുവിക്കാൻ ഭരണകൂടങ്ങൾക്ക്, ഗവൺമെൻറ്റുകൾക്ക് സാധിക്കില്ല, സാധിക്കത്തുമില്ല. രണ്ടാമത്തെ ചോദ്യം പോലീസ് അധികാരികളോട് ചോദിക്കാം, സാർ നിങ്ങൾക്ക് ഇത്തരത്തിൽ തിന്മകളിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പോലീസുകാരെടുത്ത് ചോദിക്കാം. നോക്ക്, അവർ പറയും ഇവിടെ കൂറ്റൻ ഇരുമ്പഴികളുണ്ട്, നല്ല ജയിലറകളുണ്ട്, നമുക്ക് പിടിച്ചവരെ ജയിലിൽ അയക്കാം. പോക്കറ്റടിക്കാരനായി ജയിലിലേക്ക് അയക്കപ്പെടുന്ന ഒരുത്തൻ സകല അടവും പഠിച്ച് തികഞ്ഞ കള്ളനായി പുറത്തു വരുന്ന സിസ്റ്റമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്ത് മാറ്റമാണ് അവനിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു പ്രവാസിയായ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്ന വാർത്ത ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുകയാണ്, 15 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്നു, ഒരു 10 ലക്ഷം രൂപ പോലും ബാങ്ക് ബാലൻസ് ഒപ്പിക്കാൻ ഈ 15 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുക, നാട്ടിൽ വന്ന് ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ജയിലിൽ ശമ്പളം കൂട്ടി 10 വർഷം ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന ഒരുത്തൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അത്യാവശ്യം തടിമെടുക്കുള്ള ശരീരവും കിട്ടും. പോരാത്തതിന് 22 ലക്ഷം രൂപ അക്കൗണ്ട് ബാലൻസും കിട്ടുമെന്ന് 10 വർഷം കൊണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കല്ലേ, നിങ്ങളെല്ലാം കേട്ടതല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ എന്തിനും ഡിഗ്രിയൊക്കെ പഠിക്കുന്നു. അവർ വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാൽ 10 വർഷം കൊണ്ട് അത്യാവശ്യം ശരീരമൊക്കെ ഒന്ന് ജിമ്മാവുകയും ചെയ്യും. പുറത്ത് വരുമ്പോൾ 22 ലക്ഷം രൂപ ബാങ്ക് ബാലൻസും കിട്ടും. അതുകൊണ്ട് അമ്മാതിരിയുള്ള നിലയിലുള്ള നിയമ സംവിധാനങ്ങളാണ് ഇവിടുത്തെ തലമുറയുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുത്തനെ വെട്ടിക്കൊന്നാലും കുത്തിക്കൊന്നാലും വലിച്ചു കീറിയാലും കയ്യും കാലും വെട്ടിയാലും നിസാരമായി പുറത്തിറങ്ങി വരാൻ കഴിയുമെന്നുള്ളൊരു ധൈര്യം അടുത്ത തലമുറയ്ക്ക് ഇവിടെ പകർന്നു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഒറ്റ സിസ്റ്റങ്ങൾക്കും ഈ മനുഷ്യന്മാരെ ഈ തിന്മകളിൽ നിന്ന് നന്നാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇരുകാലി മൃഗത്തെ ഈ 4 കാലി മൃഗത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഈ ഇരുകാലി മനുഷ്യൻ ഇവിടെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തിരുവഴുത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ പ്രസക്തി. മാനത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി. ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കാം, എടോ ഉപദേശി, മനുഷ്യൻ മൃഗമാണോ? അല്ല. ലോകത്തിൽ ഏതെങ്കിലും ഈശ്വരന്മാർ മനുഷ്യനെ മൃഗമായി സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനായി പരസ്യമായി നിന്നുകൊണ്ട് മനുഷ്യനെ മൃഗമെന്നൊക്കെ വിളിക്കുന്നത്? സ്നേഹിത, മനുഷ്യനെ ദൈവം മൃഗമായി സൃഷ്ടിച്ചില്ല. ലോകത്തിൽ ഒരു ദൈവങ്ങളും മനുഷ്യൻ മൃഗമായി കാണാൻ ആശിക്കുന്നതുമില്ല. പിന്നെ എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഈ ഇരുകാലി മനുഷ്യൻ്റെ സ്വഭാവം അവനെ മൃഗത്തെക്കാൾ അധപ്പതിച്ചവനായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1-2 കാര്യം പറയാം. പഠിക്കാൻ സ്കൂളിലേക്ക് അയച്ച പെൺകുഞ്ഞ് പഠിത്തത്തിൽ മാർക്ക് കുറഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ചെവിക്ക് പിടിച്ച് ഇഴുക്കിക്കൊണ്ട് അമ്മയുടെ വക ചോദ്യമുണ്ട്, എടീ കഴുതേ, ഇതിനാണോ നിന്നെ പഠിക്കാൻ അയച്ചത്? ഇല്ലാത്ത കാശ് തന്ന് ട്യൂഷൻ അയച്ചത് ഇതിനാണോ ഈ കഴുതയെന്ന് ചോദിക്കുന്ന അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ അമ്മമാരെ, 4 കാലും 1 വാലും കഴുതയുടെ മുഖവും പെങ്കൊച്ചിനുണ്ടായിട്ടാണോ നാട്ടിലേതെങ്കിലും അമ്മ കൊച്ചിനെ കഴുതയെന്ന് വിളിച്ചത്? അല്ല. പഠനത്തിൻ്റെ വൈകല്യം ഉടനെ ഒരു മൃഗത്തിൻ്റെ പേരിട്ടങ്ങ് വിളിച്ചു. ചില ചേച്ചിമാർ ചേട്ടനെ കൊരങ്ങ എന്ന് വിളിക്കുന്നത് പോലെ. തീർന്നില്ല. 3 വയസ്സുള്ള കുഞ്ഞ് സിറ്റൗട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ വിളിച്ചു കൂവി, പപ്പ പാമ്പ് പാമ്പ്. പപ്പ വടിയെടുത്തുകൊണ്ട് ഓടി വന്നു, എന്തിയ മക്കളെ പാമ്പ്? അയലത്തെ വീട്ടിലെ ചേട്ടൻ വെള്ളമടിച്ച് 4 കാലിൽ ആടി വരുന്ന രംഗം കണ്ട് 3 വയസ്സുള്ള കുഞ്ഞ് വിളിക്കുക, പാമ്പ് വരുന്നു പാമ്പ്. വാലും തലയുണ്ടായിട്ടല്ല ഈ പേര് വിളിച്ച് നമുക്കറിയാം. സ്വഭാവത്തിൻ്റെ വൈകല്യം. വിവിധ ഇനം പാമ്പുകൾ ഇന്ന് കൊച്ചു കേരളത്തിലുണ്ട്. ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുന്നവരായതുകൊണ്ട് അറിയാം. പല ജംഗ്ഷനിലും പത്തി വിരിച്ചാടുന്ന മൂർഖൻ മുതൽ ആർക്കും ശല്യമില്ലാതെ ഓടയിൽ ചുരുണ്ടുകൂടി
കിടക്കുന്ന നീർക്കോലി വരെയുള്ള പാമ്പുകളെ ഞങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിശേഷ ദിവസങ്ങളായ ഓണം, പെരുന്നാൾ, ക്രിസ്മസ് വരുമ്പോൾ വിശേഷപ്പെട്ട പാമ്പുകളെ കാണാൻ കഴിയുന്ന സംസ്ഥാനമാണ് ഇന്ന് ഈ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചിരിക്കുന്നു. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസിൽ 1-ാം പ്രതിയായ സാജു എന്ന ചെറുപ്പക്കാരനെ പത്രവും ടിവിയും മാധ്യമങ്ങളും വിളിച്ചൊരു പേരുണ്ട്. എന്താ? മൃഗം സാജു എന്നാണ്. തീർന്നില്ല. ആട്, ആന്റണി, ഓന്ത്, അന്തോണി, പരുന്ത്, വാസു, മൂർഖൻ, രാജു എന്നിങ്ങനെ വിവിധമാകുന്ന നാമങ്ങളിൽ ഈ ഇരുകാലി മനുഷ്യൻ മൃഗത്തേക്കാൾ അതപ്പതിച്ചവനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി സമൂഹം തലച്ചോറുണ്ടെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കണം. ഒരു പരുന്ത് ആകാശത്തുകൂടി വട്ടമിട്ട് പറക്കുമ്പോൾ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ ചിറക് വിരിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് ഒരു കോഴിയമ്മയിൽ നമുക്ക് കാണാം. പക്ഷേ മനുഷ്യനെ നോക്ക്, കാമുകനോടൊപ്പം ജീവിക്കുവാൻ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ കോഴിയമ്മയല്ലേ നല്ലത് എന്ന് തോന്നിപ്പോവുകയാണ്. നോക്ക്, നിസാരപ്പെട്ടൊരു കോഴി മുട്ടയിട്ടാൽ കൂകി വിളിക്കും. ഇത് കേൾക്കുമ്പോൾ അമ്മമാർ പറയും, എടി കോഴി കൂവുന്നടി, മുട്ടയിട്ടത് നോക്ക് എന്ന് പറയും. കാരണം അതൊരു സിഗ്നലാണ്. മിണ്ടാപ്രാണിയായ ഒരു കോഴി മുട്ടയിട്ടാൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ കട്ടപ്പനക്കാരെ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിൻ്റെ പുറകിലത്തെ സീറ്റി മുട്ടയിട്ടേച്ച് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആര് പൊട്ടറിഞ്ഞതുമില്ല. മുട്ട ഇപ്പോൾ അമ്മ തൊട്ടിലിൽ പിച്ച വെച്ച് വളരുന്നു. കോഴിയമ്മയല്ലേ നല്ലതെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? അതെ, മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് 4 മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യന്മാരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിന്തിക്കണം, എന്തുകൊണ്ട് മികച്ച ഭരണകൂടമുണ്ടായിട്ടും പോലീസ് സംവിധാനങ്ങളുണ്ടായിട്ടും കണ്ടുപിടുത്തോ ഇൻ്റർനെറ്റും ശാസ്ത്രവും സംവിധാനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഇരുകാലി മനുഷ്യന്മാരെ ഇത്തരം തിന്മകളിൽ നിന്ന്, ഇത്തരം തെറ്റുകളിൽ നിന്ന്, ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ ഇവിടുത്തെ ഒരൊറ്റ സംവിധാനങ്ങൾക്കും നാളിതുവരെ കഴിയാതെ, നാളിതുവരെ സാധിക്കാതെ മുട്ടുമടക്കി നിൽക്കുന്നിടത്താണ് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ കവലകളിൽ പ്രസംഗിക്കുന്ന ഈ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുള്ളത്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എടോ ഉപദേശി, മനുഷ്യനെ രക്ഷിക്കാൻ ഗവൺമെൻറ്റിനും പോലീസിനും സംവിധാനങ്ങൾക്കൊന്നും രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്ന ഉപകരണം വല്ലതും നിങ്ങളിവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുവച്ചിട്ടുണ്ടോ? എന്നാൽ പിന്നെ ഈ ഫുട്പാത്തിലോട്ട് ഇറക്കി വയ്യി, ഞങ്ങൾ ഓരോന്ന് വാങ്ങി സഹായിക്കാം. ക്ഷമിക്കണം സഹോദര, അങ്ങനെ മനുഷ്യനെ നന്നാക്കുന്ന ഉപകരണങ്ങളൊന്നും ഞങ്ങളിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. പിന്നെ ഈ പ്രസംഗത്തിൻ്റെ ലക്ഷ്യമെന്താ? ലക്ഷ്യം പറയാം, ഉപകരണങ്ങളില്ലെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ഗ്രൗണ്ടിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം തണ്ടും തടിമെടുക്കുമുള്ള ചെറുപ്പക്കാർ, മധ്യവയസ്കർ, പിള്ളേർ സെറ്റുകളൊക്കെയാണ് ഈ സംവിധാനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവരാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ ഓടിക്കൂടിയവരല്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ഇവിടെ ആർക്കാ ഇഷ്ടം? ഇപ്പം കട്ടപ്പന ഗ്രൗണ്ടിൽ ചുംബന സമരമായിരുന്നു നടന്നതെങ്കിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ ഇവിടെ കണ്ടേനെ. എന്നാൽ ചുംബിക്കല്ലേ, അത് തെറ്റാണെന്ന് പറയുന്നവനെ കാലേവാരി ഭിത്തിയിലടിക്കുന്ന അണ്ണന്മാരുള്ള കേരളത്തിൽ ഈ കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം ഇവിടെ ആർക്കാ ഇഷ്ടം? ഞങ്ങളാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ ഓടിക്കൂടിയവരല്ല സുഹൃത്തെ. പിന്നെ എന്താ, ഒരു കാലത്ത് ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും തലവേദനയായി ജീവിച്ച് പെറ്റതള്ള പോലും തലയെ കൈവച്ച് ചത്തങ്കിക്കൊള്ളായിരുന്നു പ്രാഗിയ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചവരാ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഞങ്ങളിൽ പലരും. അങ്ങനെയൊക്കെ ജീവിച്ച ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ ഇന്ന് അടുത്ത തലമുറയോട് ഈ തെറ്റിലേക്ക് പോകരുത്, ഈ തിന്മയിലേക്ക് പോകരുത് എന്ന് ഏതൊരു തെരുവിലും അഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച് ഒരു സന്ദേശത്തിൻ്റെ വക്താക്കളായിട്ട് ഞങ്ങൾ ഈ കട്ടപ്പനയിൽ നിൽക്കുന്നത്. ഏതാണ് ആ സന്ദേശമെന്ന് ചോദിച്ചാൽ, ഉലക ചരിത്രത്തിൽ ഇന്നയോളം എതിർക്കാൻ ഒരു എതിരാളിയില്ലാതെ, മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ലോകത്തിൻ്റെ 5 വൻകരകളിൽ കടന്നു ചെന്ന് ആമെ കുലപാതകിയെ പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റിക്കൊണ്ട്, എന്തിനധികം പറയുന്നു, ജയിലിൻ്റെ അകത്ത് പോലും കടന്നു ചെന്ന് ക്രിമിനലുകളായ മനുഷ്യന്മാരെ നന്മയുള്ളവനാക്കി പുറത്തു കൊണ്ടുവന്ന് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഉലകം കണ്ട ഏക സന്ദേശം അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം കട്ടപ്പന ടൗണിൽ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന സന്ദേശം. ഈ സന്ദേശത്തിനാണ് മനുഷ്യനെ മാറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സന്ദേശത്തിനാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെ? അക്രമത്തിൻ്റെ മാർഗത്താലാണോ? അല്ല. പീഡനത്തിൻ്റെ മാർഗത്താലാണോ? അല്ല. വാള് കാണിച്ചിട്ടാണോ? അല്ല. ബോംബ് പൊട്ടിച്ചിട്ടാണോ? അല്ലെന്നേ. പിന്നെ ഒരു തുണ്ട് പേപ്പർ കഷ്ണത്തിൽ എഴുതപ്പെട്ട സുവിശേഷത്തിൻ്റെ സന്ദേശം ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് ഇന്നലെ വരെ സമൂഹത്തിന് ഭാരമായി നടന്നവൻ, ഇന്നലെ വരെ പോലീസിന് തലവേദനയായി ജീവിച്ചവൻ, ഇന്നലെ വരെ കുടുംബത്തിന് കൊള്ളാത്തവനായി നടന്നവൻ, കള്ളുകുടിച്ച് തുണിയില്ലാണ്ട് ഓടയിൽ കിടന്ന ജീവിത സാഹചര്യമുള്ളവൻ, നല്ല വസ്ത്രമെടുത്ത് മാന്യമായി
കൃത്യമായി ജീവിച്ചുകൊണ്ട് അടുത്ത തലമുറയോട് ഈ തെറ്റിലേക്ക് പോകരുത് എന്ന് വിളംബരം ചെയ്യുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ഈ സന്ദേശമാണ് ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത് ഷമീറിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. ഇതുപോലുള്ള സന്ധ്യകളിൽ എൻ്റെ നാട്ടിൽ എൻ്റെ കൂട്ടുകാരുമായി ഞങ്ങൾ ഒത്തുകൂടും. കൂട്ടുകാരുമായി ഒത്തുകൂടിയാൽ ആദ്യത്തെ ഡയലോഗ് എന്താണെന്നറിയോ? ഷെയർഡ് അളിയ കുപ്പിയെടുക്കാം എന്നായിരുന്നു. അന്ന് കൂട്ടുകാരുമായി ഷെയറിട്ട് കുപ്പിയെടുത്ത് ആളില്ലാതെ പണി തീരാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ വലിച്ചു പിടിച്ച് കയറി പൊറോട്ടയും ഇറച്ചിയും മേടിച്ച് വെച്ച് കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തിയ യൗവനകാലം. കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിന് മേളെ കയറി ഇരുന്ന് പാട്ടും കൂത്തും ഗാനമേള നടത്തിയും അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കിയും കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകളിൽ അടിയുണ്ടാക്കി നടന്ന ഭൂതകാലം. അന്നൊക്കെ കവലയിൽ മീശം പഠിച്ച ഉപദേശിമാർ കോളാമ്പിയും പിടിച്ചുകൊണ്ട് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന കണ്ടാലുണ്ടല്ലോ, എവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. അങ്ങനെ ചിന്തിച്ച ഒരു പശ്ചാത്തലം എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചിടത്ത് നിന്ന് ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത് ഈ സന്ദേശം അല്പമൊന്ന് ചെവി കൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ജീവിതത്തിൻ്റെ ചരിത്രം മാറി. കഴിഞ്ഞ 23 വർഷമായി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കുമൊക്കെ കൊള്ളാവുന്നവനായി ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ സുവിശേഷം എന്ന സന്ദേശം ഇന്നേക്ക് ചില വർഷങ്ങൾക്കപ്പുറത്ത് എൻ്റെ ബാപ്പയുടെ ആളുകൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിനക്കെന്തോ അബദ്ധം പറ്റിപ്പോയത്. അങ്ങനൊന്നും ആരും പോകത്തില്ല. അബദ്ധം പറ്റിപ്പോകാൻ മോശപ്പെട്ട അവസ്ഥയിലല്ലല്ലോ പോയത്, നല്ലതിലേക്കല്ലേ പോയത്. എന്നാലും പറഞ്ഞപ്പോൾ ഒരാശയക്കുഴപ്പം, ഒരു തലച്ചോറിൻ്റെ അകത്തൊരു സംശയം വർഷങ്ങൾക്ക് മുമ്പാകട്ടോ. അപ്പോൾ എനിക്കറിയാവുന്നൊരു ഉപദേശിയോട് ഞാൻ ചോദിച്ചു, ഉപദേശി എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? അപ്പോൾ ഉപദേശി പറഞ്ഞു, ആ ഒരാളുണ്ട്. ആര്? അവൻ നസീർ ആലപ്പുഴയിലുണ്ട്, പാസ്റ്ററാണെന്ന് പറഞ്ഞു. നേരെ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സമാധാനം. മലയാളിക്ക് അങ്ങനെയാണല്ലോ സമാധാനം. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി അടുത്ത ജനലിൽ കൂടെ നോക്കി അപ്പുറത്തും കൂടെ പോയെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ കിട്ടുന്നൊരു സമാധാനം എന്ന് പറഞ്ഞ പോലെ ഒരുത്തനും കൂടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു സമാധാനം. നസീർ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ വേറെ ആരെങ്കിലും നമ്മളെപ്പോലെ ഉണ്ടോ? നസീർ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്ത് പാക്കിലുണ്ടെന്ന്. സിയാദിനെ കാണാൻ പോയി. സിയാദിനോട് ചോദിച്ചു, സിയാദ് വേറെ ആരെങ്കിലും നമ്മളെപ്പോലെ ഉണ്ടോ? സിയാദ് പറഞ്ഞു, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്ത് ചുങ്കത്തറയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഷാജഹാനും ഷീജ ബീവിയും. അവിടെ ചെന്ന് ഷാജഹാനെ കണ്ടപ്പോൾ ഷാജഹാൻ പറഞ്ഞു, പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. പാസ്റ്റർ റഫീഖിനെ കണ്ടപ്പോൾ പറഞ്ഞു, മുനീർ കാസർഗോഡ് ഉണ്ടെന്ന്. മുനീറിനെ കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ചിലർ പറയും ഞാനിത് ചുമ്മാ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണം. അല്ല, യോഗം തീരുമ്പോൾ വന്നാൽ ഈ പറഞ്ഞ ആളുകളുടെ എല്ലാ നമ്പർ ഉൾപ്പെടെ എൻ്റെ ഫോണിൽ സേവാണ്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറയുന്നത്. കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന വഹാബിനെ കണ്ടപ്പോൾ പറഞ്ഞു, അബ്ദുൽ സമദ് കണ്ണൂർ നാലാഞ്ചിറ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നാലാഞ്ചിറ ചെന്ന് സമദിനെ കണ്ടപ്പോൾ പറഞ്ഞു, സൗദ ബീവി ഇറങ്ങിയിട്ടുണ്ട്, റംല തോമസ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിനല്ല ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് ആയിരക്കണക്കിനല്ല അതിനപ്പുറത്തെ ആളുകൾ ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായി ഇന്ന് നിലകൊള്ളുകയാണ്. തിരുവനന്തപുരത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അതിശയത്തോടെ നോക്കുമ്പോൾ മതലിലൊക്കെ കാണുന്ന പാസ്റ്റർമാരുടെ പേരുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, ഇതൊക്കെ പാസ്റ്റർമാരാകട്ടോ. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുകൊണ്ടും ആളുകൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ കാരണം ഇത് മതമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് സുവിശേഷം ആളുകളെ രക്ഷിക്കുന്നത് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കാം. സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നത് അക്രമത്തിൻ്റെ മാർഗത്താൽ അല്ല എന്ന് ഞാൻ പറഞ്ഞു. പീഡനത്തിൻ്റെ മാർഗത്താൽ അല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാത്ത സന്ദേശമാണ് സുവിശേഷം. അത് ഞങ്ങളെക്കാൾ നല്ലപോലെ അറിയുന്നത് നാട്ടുകാർക്കാണ്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ തല്ലാൻ വരുന്നത്. ശരിയല്ലേ? ഞങ്ങൾ അക്രമത്തിൻ്റെ മാർഗ്ഗക്കാരല്ലെന്ന് ഞങ്ങളെക്കാൾ നല്ലപോലെ അറിയുന്നത് നാട്ടിലെ പിള്ളേർക്കാണ്. അതുകൊണ്ട് കൊച്ചു പിള്ളേർ വരെ ഞെളിഞ്ഞു വിരിച്ച് ഞങ്ങളോട് പറയും, ഇവിടെ പ്രസംഗിക്കേണ്ട എടുത്തുകൊണ്ട് പോടാ എന്ന് പറയും. ഇപ്പം നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് പറയും, കുഴപ്പമില്ല ഞങ്ങളങ്ങ് പോയേക്കാം മോനെ എന്ന് പറയും. അപ്പോൾ ഇവൻ്റെ ഈ ചിരി കാണുമ്പോൾ അവൻ്റെ ഒരു സന്തോഷം, അവൻ്റെ ഞെളിഞ്ഞ എല്ലും കൂട് കണ്ടിട്ട് ഇതേ പേടിച്ചു പോകുന്ന കണ്ടോ എന്നുള്ള ഭാവമാണ്. സത്യത്തിൽ അവനെ കാലേ വാരി ഭിത്തിയിലോട്ടടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മിണ്ടാതെ പോകുന്നത്. അതിന് ഈ പുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ ഈ
പുസ്തകത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, ഇത് അക്രമത്തിൻ്റെ മാർഗമല്ല, പീഡനത്തിൻ്റെ മാർഗമല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കുന്നില്ല. പിന്നെ സുവിശേഷം മനുഷ്യനെ എങ്ങനെ രക്ഷിക്കുന്നു? ഉത്തരം അറിയണം. അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നത് എങ്ങനെയെന്ന് കട്ടപ്പനക്കാർ അറിയുന്നതിന് മുമ്പ് ഒരു യാഥാർത്ഥ്യം അറിയണം. സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ അതിനു മുമ്പ് മനുഷ്യൻ ഈ തിന്മയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്നറിയണം. തിന്മയ്ക്ക് മതമില്ല, ജാതിയില്ല. ഇരുമ്പഴിക്കകത്ത് തോമസ് കുട്ടിയും പ്രതി, മുഹമ്മദ് കുട്ടിയും പ്രതി, നാരായണൻകുട്ടിയും പ്രതി. അപ്പോൾ മനുഷ്യനായി പിറന്ന സകല ആളുകളും ഈ തിന്മയിലേക്ക് പോകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ജാതി പ്രശ്നമല്ല, മതപ്രശ്നമല്ല, ദൈവങ്ങളില്ലാത്തതിൻ്റെ ഉള്ളതിൻ്റെയോ പ്രശ്നമല്ല. നിരീശ്വരവാദിയും അകത്തുണ്ട്, ഈശ്വരവാദിയും അകത്തുണ്ട്. അപ്പോൾ പ്രശ്നം എവിടെയാ? എന്തുകൊണ്ട് ഈ തിന്മയിലേക്ക് മനുഷ്യൻ പോകുന്നു എന്നാണ് ആദ്യം അറിയേണ്ടത്. ഒരു നിമിഷം ചിന്തിക്കണം. ചില ആളുകൾ പറയും, അറിവില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ പോകുന്നത്? അറിവില്ലായ്മയാണോ മനുഷ്യൻ്റെ കുഴപ്പം? ഒരു കാര്യം ശ്രദ്ധിച്ച്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അറിയാതെ കുടിക്കുന്ന ഒരു കുടിയനും ഇന്ന് കേരളത്തിലില്ല. ഉണ്ടോ? ഇല്ല. കാരണം എഴുത്തും വായന അറിയാത്തവൻ പോലും ഇത് അറിയണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി സകല അമ്മാവന്മാരെ അമ്മച്ചിമാരെ എഴുത്തും വായനയും പഠിപ്പിച്ചു. കാരണം വായിക്കാതെ കുടിക്കരുത്. അതുകൊണ്ട് സകല മനുഷ്യനും അറിയാം ഇത് ദോഷമാണ്. ദോഷമാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇത് കുടിക്കുന്നത്. പുകവലിയിൽ എഴുതി വച്ചിരിക്കുന്ന പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് ദോഷമാണെന്ന് അറിയാന്നേ ഒരുത്തനെ കൊല്ലുമ്പോൾ അവൻ അറിയത്തില്ലേ, ഞാൻ ഇവനെ കൊന്നാൽ ഇവിടുത്തെ നിയമം എന്നെ അകത്താക്കുമെന്ന് അവനറിയാം. ഏറ്റവും രസകരമായൊരു വിഷയം കേട്ടെ, ചിരി വരുന്നൊരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ കാമുകനും കാമുകയും കൂടെ ചിന്തിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, അതിനെന്ത് ചെയ്യണം? ഭർത്താവിനെ അങ്ങ് കൊല്ലണം. ഇവർ രണ്ടുപേരും തമ്മിൽ ആലോചിക്കുകയാണ്. പക്ഷേ ഇവരുടെ തലച്ചോറിനകത്ത് അല്പം പോലും ചിന്ത വരുന്നില്ല. കൊന്നുകളഞ്ഞാൽ ഇവർ രണ്ടുപേരിൽ ഒരുത്തരെങ്കിലും പോലീസ് പിടിക്കും, ജയിലിലാകും. ഈ പറഞ്ഞ ഒരുമിച്ചുള്ള ജീവിതം നടക്കത്തുമില്ല. ഇത് ചിന്തിക്കാനുള്ള ബോധം ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണോ അവരത് ചെയ്യുന്നത്? അല്ല. പിന്നെ അറിവില്ലായ്മയല്ല. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ ഈ തിന്മയിലേക്ക് പോകുന്നു എന്നറിയണം. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. കുറച്ച് വർഷങ്ങൾ പുറകോട്ട് നമ്മളൊന്നെടുത്തേ, നമ്മുടെ ബാല്യകാലം. ഈ ബാല്യകാലത്ത് നമ്മൾ ഈ പഴക്കടയിലൊക്കെ വന്നിട്ട് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്താ ചെയ്തതെന്ന് പ്രായമുള്ളവർക്ക് ഓർമ്മ കാണും. കടക്കാരൻ ചെയ്ത എന്താ? തോളെ കിടക്കുന്ന തോർത്തെടുത്ത് മുന്തിരിയുടെ മേലൊരു വീശിയ കാലം ഓർമ്മയുണ്ടോ? എന്തിനാ വീശിയത്? ഈ മുന്തിരിക്കകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകളെ മുഴുവൻ ആട്ടിപ്പായിച്ചിട്ടാണ് പണ്ട് നമുക്ക് 1 കിലോ മുന്തിരി തൂക്കി തന്ന, ശരിയല്ലേ? അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താ? ഈ കടയ്ക്കൊട്ടും വൃത്തിയില്ലെന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ പഴക്കട നിങ്ങൾ പോയെന്ന് നോക്കിയേ, സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ച പഴത്തിൻ്റെ പരിസരത്തുണ്ടോ? ഇല്ല. എന്താ? കടയ്ക്ക് വൃത്തി കൂടിയോണ്ടാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ലല്ല. ഈച്ചയ്ക്കറിയാം ഇതിൻ്റെ അകത്ത് ചെന്നിരുന്നാൽ തട്ടിപ്പോകും, ഇതിൻ്റെ അകത്ത് ചെന്നിരുന്നാൽ തട്ടിപ്പോകും എന്ന് ഈച്ചക്കറിയാം. ഇതിൻ്റെ അകത്ത് ചെന്നിരുന്നാൽ തട്ടിപ്പോകും. അമ്മാതിരിയുള്ള രാസപദാർത്ഥങ്ങൾ കൊണ്ട് പുരട്ടി തേച്ച് ഓറഞ്ച് തിളങ്ങുന്നു, ആപ്പിൾ തിളങ്ങുന്നു, മുന്തിരി തിളങ്ങുന്നു. പരിസരത്ത് ഒറ്റ ഈച്ചയില്ല. കാരണം ഈച്ചക്കറിയാം തട്ടിപ്പോകും. ഈച്ച വഴിമാറി പറക്കുന്നു. കൺമുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പ്, ആ ഉറുമ്പിൻ്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറി നിന്നേ. ഉറുമ്പ് നടന്നു വരുന്നു, ഉപ്പും മണത്ത് നോക്കുന്നു, പഞ്ചസാരയും മണത്ത് നോക്കുന്നു, കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നു. വരിയായിട്ട് വന്ന് പഞ്ചസാര ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച കാണാം. സംസാരിക്കാൻ കഴിയുമെങ്കിൽ ചോദിക്കാം, ഉറുമ്പേ, ഉപ്പും വെളുത്തിരിക്കുന്നു, പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര മാത്രം എടുത്തെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന മറുപടി സിമ്പിളാണ്, ചേട്ടാ വേറെ പിണക്കം കൊണ്ടൊന്നുമല്ല, ഈ ഉപ്പിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന സോഡിയം ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തുന്നതാണ്, അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചേ, നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പും തൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ഈ സാക്ഷര കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, ആരോഗ്യമുള്ള മനുഷ്യൻ, അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും ഈ മദ്യപാനവും തിന്മയും ലഹരിയും കൊലപാതകങ്ങളും ആക്രമണങ്ങളും എല്ലാം തെറ്റാണെന്ന് അവൻ അറിയാമായിരുന്നിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിന്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മയല്ല സുഹൃത്തെ. ഈ തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ തെറ്റിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി ഈ മനുഷ്യനെ പിടിമുറുക്കിയിരിക്കുന്നു. ആ അദൃശ്യ ശക്തിയെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് സ്നേഹിത പാപം. അതുകൊണ്ടാണ് ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന് പറയുന്ന ഇരുട്ടാണ് സകല തിന്മകളുടെ ഉറവിടം. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാരൊരു നാണവുമില്ലാതെ കവലകളിൽ നിന്ന് വിളിച്ചു പോകുന്നത് മനുഷ്യൻ പാപിയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ
ഒരു ഉപദേശി കട്ടപ്പന ടൗണിന്നുകൊണ്ട് വിളിച്ചു പറയുക, മനുഷ്യൻ പാപിയാണ് പോലും, ഇവന്മാർക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ എന്ന്. പിള്ളേർ ചിരിക്കുക. എന്താ കാര്യം? മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം പറക്കാൻ തുടങ്ങി, ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കുന്ന കാലമായി. UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രനി 30 ഏക്കർ വസ്തു മേടിച്ചു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. കൽക്കരിയുടെ ട്രെയിനൊക്കെ മാറി വന്ദേ ഭാരതായി. എന്നിട്ട് ഉപദേശിമാർക്ക് ഇതുവരെ നേരം വെളുത്തില്ല. ഇവന്മാരെ വിളിച്ചു പോവുക, മനുഷ്യൻ ആരാണ്? പാപിയാണെന്ന്. പിള്ളേർ ചിരിക്കുക. എടാ മക്കളെ, സംഗതിയൊക്കെ ശരിയാടാ. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ആകാശത്തുകൂടെ പറക്കുന്നു, സമ്മതിച്ചടാ. ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നു, ഉപദേശി സമ്മതിച്ചടാ. മക്കളെ, ചൊവ്വയിൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ UK-ലിരിക്കുന്ന മലയാളി വസ്തു മേടിച്ചു, ഞാൻ സമ്മതിച്ചടാ. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നതും ഉപദേശി സമ്മതിച്ചടാ. മക്കളെ, വന്ദേ ഭാരതൊക്കെ വന്നു, കൽക്കരി മാറിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. കൽക്കരി ആയിക്കോട്ടെ, വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും പേരെന്താന്ന് പറഞ്ഞേ? ട്രെയിനെന്നല്ലേ? ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. അത് കൽക്കരിയിലും ഉണ്ട്, വന്ദേ ഭാരതിലും ഉണ്ട്. അപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നത് ശരിയാണോന്ന്. ഈ കൽക്കരി ആയാലും വന്ദേ ഭാരത് ആയാലും ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ആ ടോയ്ലറ്റിൻ്റെ അകത്ത് 50 രൂപ വിലയുള്ള ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്താ മാറാത്തേ? കാലമെല്ലാം മാറി, കണ്ടുപിടുത്തമെല്ലാം മാറി, കമ്പ്യൂട്ടറെല്ലാം മാറി, ടെക്നോളജി എല്ലാം മാറി. പക്ഷേ ട്രെയിനിൻ്റെ അകത്ത് കക്കൂസിലിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ട് വെച്ചേക്കുന്ന എന്തിനാടാന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാടോ. തരം കിട്ടിയാൽ കക്കൂസെന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യൻ ട്രെയിനിലുണ്ടെന്ന്. അതാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് അതിപ്പോഴും ചങ്ങലക്കിട്ട് വെച്ചേക്കുന്നത്. വേണ്ട, നാളെ രാവിലെ കട്ടപ്പനയിലെ ഏതെങ്കിലും ബാങ്കിൻ്റെ അകത്തോട്ട്, ഫെഡറൽ ബാങ്കിലോ SBIയിലോ ഒക്കെ ഒന്ന് കയറി നോക്ക്. 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റ് കെട്ടിയിട്ടേക്കുന്നു. എന്തിനാ? പേന ഓടിപ്പോകുമോ? ഒന്നുമില്ല. മാന്യന്മാർ വരുന്ന സ്ഥലമാ ബാങ്ക്. ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ മാന്യന്മാർ വരുന്ന സ്ഥലമാ ബാങ്ക്. ആ ബാങ്കിൻ്റെ അകത്ത് 5 രൂപയുടെ പേന നൂല് കൊണ്ട് കെട്ടിയിട്ടിരിക്കാൻ കാരണം എന്താ? സിമ്പിൾ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവൻ കട്ടപ്പനയിലുമുണ്ട്. അതുകൊണ്ടാണ് നൂല് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞോണം. കാലം മാറി, കമ്പ്യൂട്ടർ മാറി, ടെക്നോളജി മാറി, ഇൻ്റർനെറ്റ് മാറി, എല്ലാ സംവിധാനങ്ങളും മാറി. പക്ഷേ കട്ടപ്പനക്കാര് മാറ്റം വരാത്ത ഒന്ന് ഇപ്പോഴും തുടരുന്നു. അതാണ് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. ഒരു മാറ്റവും വന്നിട്ടില്ല. ചെറിയൊരു മാറ്റമുണ്ട്, അത് സമ്മതിക്കണം. എന്താ? പണ്ട് സ്വന്തം പെമ്മക്കളെ വെറുതെ വിടുമായിരുന്നു, അത്രയും കരുണ കാണിച്ചിരുന്നു. സ്വന്തം പെമ്മക്കളെ വെറുതെ വിടുമായിരുന്നു. ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മാറിയിട്ടുണ്ടെന്നല്ലാതെ ഇരുകാലി മനുഷ്യൻ ഇവിടുത്തെ മതങ്ങളും സംഘടനകളും സംവിധാനങ്ങളും ഇൻ്റർനെറ്റും ശാസ്ത്രവും സയൻസും ടെക്നോളജിയും സംവിധാനങ്ങളും എന്ത് മാറ്റം വരുത്തി? എന്ത് മാറ്റം വരുത്തി? ചിന്തിക്കണം. എന്തുകൊണ്ട് മാറ്റം വരുത്താൻ പറ്റുന്നില്ല? അപ്പോൾ ചില ആളുകൾ പറയും പിണറായി രാജിവെക്കണോ? എന്തുകൊണ്ട് മാറ്റം വരുത്താൻ പറ്റുന്നില്ല? ഭരണകൂടം ശരിയല്ലാഞ്ഞിട്ടല്ല കുഞ്ഞെ, പിന്നെന്താ? ഈ മനുഷ്യനെ കൊണ്ട് സകല തിന്മകളും ചെയ്യിക്കുന്ന, സകല തിന്മകളുടെയും ഉറവിടമായിരിക്കുന്ന പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഭരണഘടനയ്ക്കില്ലാത്തത് കൊണ്ട്. പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിനൊരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ നാട് സ്വർഗമാവും. പാപം ഒരു വടവൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാടിനെ രക്ഷിക്കായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി നാടിനെ രക്ഷിക്കായിരുന്നു. കഴിയുന്നില്ല. എന്തുകൊണ്ട്? വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ച് കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല പാപം. പിന്നെ എന്താ? മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരുന്ന അവനെ സകല തിന്മകളിലേക്കും കൺട്രോൾ ചെയ്യുന്ന അദൃശ്യമായ ഇരുട്ടാണ് സ്നേഹിത പാപം. അത് മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കൂടിയിരിക്കുന്നു. ഇവിടെ മോചനം ലഭിക്കേണ്ടത് പാപത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം അവനെ സകല തിന്മകളിലേക്കും നയിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിച്ച്. ഞങ്ങൾ ഒരിക്കൽ ജയിലുകൾ സന്ദർശിക്കാൻ പോകുന്ന ശീലോപദേശിമാർക്കുണ്ട്. കുറ്റവാളികളോട് ഞങ്ങൾ സുവിശേഷം പറയാറുണ്ട്. ജയിലിൽ ചെന്നപ്പോൾ പോലീസ് അധികാരികൾ പറഞ്ഞു, ദേ പ്രാർത്ഥനക്കാർ വന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർ വന്നിരിക്കാൻ പറഞ്ഞു. കുറ്റവാളികളിൽ അനേകർ വന്നവിടെ ഇരുന്നു. ഞങ്ങൾ അല്പനേരം പ്രാർത്ഥിച്ചു, പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു തടിമാടൻ ഉരുണ്ടുരുണ്ട് അടുത്തോട്ട് വന്നു. അടുത്ത് വന്നപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി. തോളത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, സഹോദര, താങ്കൾ എന്തിനാ കരയുന്നത്? എന്താ പ്രശ്നം? താങ്കൾ എന്ത് തെറ്റാ ചെയ്തത്? ഉടനെ അദ്ദേഹം പറയുകയാണ്, സാറേ, ഞാൻ ഒരാളെ കൊന്നു. നമ്മൾ ചോദിച്ചു, ഒരാളെയൊക്കെ എങ്ങനെയാ കൊല്ലുന്നേ? അതെങ്ങനെ, എന്തിനാ കൊന്നേ? അപ്പോൾ ഉടനെ പറഞ്ഞ മറുപടി കേൾക്കണോ? എൻ്റെ പൊന്നു സാറേ, കൊല്ലണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചതല്ലെന്ന്, പക്ഷെ കൊന്നു. ശ്രദ്ധിക്കണം, കൊല്ലണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചതല്ലെന്ന്.
ഇതിൻ്റെ അകത്തൊരു ഉത്തരവുണ്ട്. എന്താ കാര്യം എന്നറിയണ്ടേ? കേസ് എന്താ? അപ്പുറത്തെ വീട്ടിലെ തെങ്ങിൻ്റെ ഓല ഇപ്പുറത്ത് ഞങ്ങളുടെ വഴിയിലോട്ട് ചാഞ്ഞു നിന്നു. പലവട്ടം അവനോട് ഓല വെട്ടടാന്ന് പറഞ്ഞു, കേട്ടില്ല. എൻ്റെ സാറേ, ഞാൻ ഒരു ദിവസം വൈകിട്ട് 2 അടിച്ച് വരുമ്പോൾ എൻ്റെ പെണ്ണുമ്പിള്ള പറയുക, നിങ്ങൾക്ക് തൻ്റെ ഇടമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യ അവൻ ഓല വെട്ടാത്തേന്ന്. നല്ല പെണ്ണുമ്പിള്ളയാ. ഒന്നാമത് ഇവൻ 2 അടിച്ചുകൊണ്ട് വരുന്നു, അതിൻ്റെ കൂടെ മൂപ്പിച്ചും കൂടെ കൊടുത്തു. ഇവൻ അടുക്കളയിൽ പോയി പിച്ചാത്തി എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് തൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇപ്പം കാണിച്ചു തരാടിയെന്ന്. നേരെ അപ്പുറത്ത് ചെന്നിട്ട് അവനോട് പറഞ്ഞു, വെട്ടടാ ഓലയെന്ന്. അവൻ പറഞ്ഞു, വെട്ടത്തിലിടാന്ന്. കത്തി എടുത്ത് ഒറ്റ കുത്ത്, അവൻ ചത്തു. കുത്തുകൊണ്ടവൻ്റെ കുടുംബം അനാഥം, കുത്തി അവൻ്റെ കുടുംബവും അനാഥം. ഒന്ന് ശ്രദ്ധിച്ചേ, ഇപ്പം പറയുക മനസ്സിൽ പോലും വിചാരിച്ചതല്ലെന്ന്. ഒരു സെക്കൻഡ് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ആരും എല്ലാ കുറ്റകൃത്യങ്ങളും പ്ലാൻ ചെയ്തൊന്നുമല്ല ചെയ്യുന്നത്. 2 ചങ്ക് കൂട്ടുകാർ, ചങ്കാണ്, ചങ്കടിപ്പാണ്. 2 ചങ്കടിപ്പ് കൂട്ടുകാർ ബിവറേജിൽ പോയി ഒരു കുപ്പിയെടുത്ത് മേശപ്പുറത്ത് പൊട്ടിച്ച് വെച്ച് അടി തുടങ്ങി. കുപ്പി പൊട്ടിച്ചടിച്ചപ്പോൾ ചങ്കായിരുന്നു. അടിച്ചു തീർന്നപ്പോൾ കുപ്പി പൊട്ടിച്ച് ചങ്കിൻ്റെ കഴുത്തറുത്തു. വായിച്ചില്ലേ? വിവാഹ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉത്തര എന്ന് പറഞ്ഞ ഒരു പെൺകുഞ്ഞ് അതിൻ്റെ സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചോ, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലൊരു മൂർഖം പാമ്പുണ്ടെന്നും ഇന്ന് രാത്രി എന്നെ കടിപ്പിച്ച് കൊന്നുകളയുമെന്നും ആ പെൺകുഞ്ഞ് ചിന്തിച്ചിരുന്നു? ഇല്ല. ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തവണ്ണം പാപമെന്ന് പറയുന്ന ഇരുട്ട് അവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാപം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കടന്നു ചെന്നപ്പോൾ മനുഷ്യന് സംഭവിച്ച ഒന്നാമത്തെ ദുരന്തം എന്താണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തി. എന്താ ദുരന്തം? ഇങ്ങനെ എഴുതി വെച്ചു, ആമേൻ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, മനുഷ്യൻ സൃഷ്ടാവിനെ അറിഞ്ഞിട്ടും, ഒരു ദൈവമുണ്ട് എന്നറിയാമായിരുന്നിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അവർ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായത് ചെയ്തു എന്നാണ്. കാരണം അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചു എന്നാണ്. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മനുഷ്യൻ സൃഷ്ടാവിനെ മാറ്റിക്കളഞ്ഞു. പാപം അകത്ത് കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. നല്ല നാടൻ നാട്ടുഭാഷ പറഞ്ഞാൽ പിള്ളേർ പറഞ്ഞു തരും ഉത്തരം. എന്താ? മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാന്ന് ചോദിച്ചാൽ എന്ത് പറയും? മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. ഇന്ന് തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കണം. 2026 ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. പിള്ളേർക്ക് മനസ്സിലായിട്ടും വലിയതിൻ്റെ തലയിലോട്ട് കയറുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനായി തീർന്നു. ഇവിടെയാണ് അപകടം. ഒരു കാര്യം ശ്രദ്ധിക്കണം, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ അവൻ ദൈവത്തെ കൺട്രോൾ ചെയ്യുന്ന കാലഘട്ടങ്ങളിലേക്ക് മനുഷ്യൻ വഴിമാറിയിരിക്കുന്നു. നിസാരമായി ഈ മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയാണോ ദൈവം? നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാൻ സേട്ടാ എന്ന് അവൻ പറയും. അതുപോലെ മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ് എന്ന് മനുഷ്യൻ തിരിച്ചറിയണമായിരുന്നു. MBBS MD ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേ ഒടുവിൽ പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം. പക്ഷെ മനുഷ്യന് ഈ ചിന്തയില്ല. കാരണം പാപം അവൻ്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ മറന്നു കളഞ്ഞു. എന്നിട്ട് ഈ പാപമെന്ന് പറയുന്ന ഇരുട്ട് അവനെ സകല തിന്മകളിലേക്കും കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഇരുട്ടിൽ നിന്നൊരു മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി. ആമേൻ. ഈശ്വരനോട് നിലവിളിച്ച പ്രാർത്ഥനാ സൂക്തങ്ങൾ പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അങ്ങനെ പാപമോചനത്തിനായുള്ള എത്രയോ പ്രാർത്ഥനാ സൂക്തങ്ങൾ പുണ്യപുരാണങ്ങളിൽ ഉണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു തരും. അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതം ഗമയ എന്നും എന്തുകൊണ്ട് എഴുതപ്പെട്ടു? അതിനകത്ത് ഒരു വാചകം തമസോമാം ജ്യോതിർഗമയ. എന്താ അർത്ഥം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും ഭഗവൻ എന്നല്ലേ? അപ്പോൾ ഈ പാപമെന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന് മനുഷ്യന്മാർ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു. ഇസ്ലാമിക സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, അങ്ങനെയുള്ള പ്രാർത്ഥനാ സൂക്തങ്ങൾ വല്ലതും നിങ്ങൾക്കുണ്ടോ? അവർ പറയും ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന ഒന്നാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചക ദിനചര്യകൾ. അതിൻ്റെ
അകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനാ സൂക്തങ്ങളിൽ ഒന്ന് ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്: റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തങ്ങൾ ഹദീസുകളിൽ രേഖപ്പെടുത്തി. ഇനി ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ അവനും പറയും, അതെ, പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, അതേ, മനുഷ്യൻ്റെ അകത്ത് അവനെ സകല തിന്മകളിലേക്കും വഴി തിരിച്ചു കൊണ്ടുപോകുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ട് അവൻ്റെ അകത്ത് കുടിയേറി. ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവാനെ എന്ന് മനുഷ്യൻ നിലവിളിച്ചു. മോക്ഷത്തിനായി മനുഷ്യൻ കരഞ്ഞു, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ നടത്തി, കിട്ടിയില്ല. തീർത്ഥയാത്രകൾ നടത്തി, കിട്ടിയില്ല. പുണ്യകർമ്മക്രിയാദികൾ നടത്തി, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി ഈ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി നടത്തി നോക്കി. കിട്ടിയോ മോക്ഷം? പറ. കിട്ടിയില്ല. അകത്ത് കിടന്ന് ചപ്പാത്തി ഉരുട്ടുന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ സകല മനുഷ്യന്മാരും മോക്ഷത്തിനായി ആവുന്ന പണി 58 ചെയ്ത് പരാജയപ്പെട്ട് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലുമെന്ന് ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചപ്പോൾ സകല മനുഷ്യൻ്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി സകല മനുഷ്യനോടും വിളംബരം ചെയ്തു, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. ആമേൻ. മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് രക്ഷിപ്പാൻ, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ അതാ വെളിച്ചമായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ലോകത്തിന്റെ വെളിച്ചമായവൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി കട്ടപ്പനയോട് അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് കട്ടപ്പനയോട് ഞങ്ങൾ അഭിമാനത്തോടെ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ, ഇരുട്ടിന്റെ, തിന്മയുടെ, തെറ്റിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, നന്നായി ജീവിക്കാൻ, നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ കൃതിയിൽ ഇല്ലവേ ഇല്ലെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ കട്ടപ്പനയോട് വിളംബരം ചെയ്യുകയാണ്. ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നോ, അവൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് ഇന്നലെ വരെ ജീവിച്ച ഇരുട്ടിൻ്റെ ജീവിതത്തിൽ നിന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് നിന്നെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുക്രിസ്തു. ഇന്നലെ വരെ നിന്നെ നോക്കി ശപിച്ച സമൂഹത്തിൽ നീ ഭൂമിക്ക് ഭാരമാടാന്ന് പറഞ്ഞെങ്കിൽ, നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നീ ചത്തങ്കിക്കൊള്ളാരുന്നെന്ന് പറഞ്ഞെങ്കിൽ, സഹോദരി, നീ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഒന്ന് തൊലഞ്ഞുകൂടെ? ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർത്തുകള. നിന്നെ ഇവിടെ ആർക്കും വേണ്ടെന്നൊക്കെ ചെകുത്താൻ നിന്റെ കാതിൽ പറയുമ്പോൾ ഇന്ന് രാത്രി ഒരു വാക്കൂടെ ചേർത്ത് പറയാം. ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത് ആമേൻ, ഒരു വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് തകർന്ന് തരിപ്പണമായി പോയ ജീവിതത്തിൽ ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയും കൂടെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർത്ത് കളയാമെന്ന് ചിന്തിച്ച ചിന്തയ്ക്കകത്ത് ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം കാതുകളിൽ വന്ന് പതിച്ചത് കൊണ്ടാണ് 23 വർഷമായി ഞങ്ങൾ ജീവനോടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിതം നിരാശയുടെ നീർച്ചുഴി നിവദിച്ചു നിരാലംബരായി നെടുവീർപ്പിട്ടുകൊണ്ട് പ്രതീക്ഷ അസ്തമിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, അരുത്, ആമേ, അരുത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സന്ദേശമാണ്. നോക്ക്, ഇതിന് ഞാൻ എന്താ ചെയ്തത്, ഇതിന് ഞാൻ എത്ര രൂപയാണ് ചെലവാക്കിയത്, ഇതിന് ഞാൻ എന്ത് സമ്പത്ത് ചെലവഴിക്കണം? വേണ്ട വേണ്ട വേണ്ട. ഈ ഉലകവും ഇതിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ ഈ അണ്ടകടാഹത്തിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഇങ്ങോട്ട് സൃഷ്ടിച്ച് നൽകിത്തന്ന സൃഷ്ടാവായ മഹാദൈവം മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി വഴിയരികിലിരുന്ന് കൈനീട്ടുന്ന ഭിക്ഷാന്തേഹിയായി ഈശ്വരനെ കാണരുത്. ഒരിക്കൽ
ഒരിക്കൽ ബസ്സിൽ പോയ ഒരാൾ 5 രൂപയുടെ നാണയത്തൊട്ട് ദൈവത്തിന് എറിഞ്ഞു കൊടുത്തതാണ്. പക്ഷെ പിറകി ബൈക്കിൽ വന്ന ആളിൻ്റെ ഒരു കണ്ണടിച്ചു പോയി. അത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ സൃഷ്ടാവിനെ തിരിച്ചറിയുമ്പോൾ ഓർക്കണം, മാമൻ, ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നുമല്ല. പിന്നെന്താ? ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ 2002 എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ലോകത്തിൻ്റെ വെളിച്ചമായതിനു വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ, ലോകത്തിൻ്റെ വെളിച്ചമായവൻ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പേര് ചോദിക്കാതെ, ജാതി ചോദിക്കാതെ, നാൾ ചോദിക്കാതെ, മതം ചോദിക്കാതെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൻ്റെ ചരിത്രം മാറിയെങ്കിൽ ഇന്ന് രാത്രി മാറ്റപ്പെടേണ്ടത് നിന്റെ ജീവിതമാണെങ്കിൽ, ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലാണ്. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെട്ടാൽ, സ്നേഹിത, ചില ആളുകളെ ഞങ്ങൾ നോക്കി ഇന്നും ആക്ഷേപം പറയുന്നത്, മതം നോക്കേ, ഷമീറിൻ്റെ പേര് ഇപ്പോഴും ഷമീർ എന്ന സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പേരും ഒരു മതം ഒരു സർട്ടിഫിക്കറ്റും മാറ്റാൻ ഈ ഉപദേശിമാരും എന്നോട് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതം ഒന്ന് മാറി. സത്യദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ജീവിതം ഒന്ന് മാറി. ആ മാറ്റമാണ് ഞങ്ങൾ പറയുന്ന മാനസാന്തരം. ആ മാറ്റം കൊണ്ട് നാട്ടിന് എന്ത് ഗുണമെന്ന് നിങ്ങൾ ചോദിക്കും. ആ മാറ്റം കൊണ്ട് നാട്ടിന് വല്ല ഗുണമുണ്ടോ? പറഞ്ഞു തരാം. നാട്ടിൽ ചില ആളുകൾ ഞങ്ങളെ കളിയാക്കി പറയുന്നൊരു ഡയലോഗുണ്ട്, യവന്മാർക്ക് ഒരു നാണവും മാനവും ഇല്ലാത്തവന്മാരാ. ആരെ? ഈ ഉപദേശിമാർ തന്നെ. യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിത്തെച്ചാലും യവന്മാർ വലിഞ്ഞു കയറി പിന്നെ ഒരു നാണം ഇല്ലാത്തവന്മാർ. സത്യമല്ലേ? ഞങ്ങളൊരു നാണവും മാനവും ഇല്ലാത്തവന്മാരാ. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തെ? നീ അടിച്ചാലും ചീത്ത വിളിച്ചാലും തല്ലിക്കളഞ്ഞാലും പിന്നെ ഈ വലിഞ്ഞു കയറി വരുന്ന എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ തിരിച്ചറിവ് ഉണ്ടാകണം. അതാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. എന്ത് മാറ്റം? അപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന തൊപ്പിയിട്ടവനും ഞങ്ങളുടെ കൂടപ്പിറപ്പാണ് എന്നാണ് സുവിശേഷം ഞങ്ങളുടെ തലച്ചോറിൽ വരുത്തിയ മാറ്റം. അതുകൊണ്ടാണ് ചരട് കെട്ടിയവനെയും തോളത്ത് പിടിച്ച് ഞങ്ങൾ വിളിക്കും, ബ്രദറെ എവിടാ താമസം? തൊപ്പിയിട്ടവനെയും ഞങ്ങൾ വിളിക്കും, ബ്രദർ എവിടാ താമസിക്കുന്നത്? ബ്രദറെ എന്തുവാ ജോലി? ബ്രദറെ വിഷമിക്കേണ്ട, ബ്രദറെ പ്രാർത്ഥിച്ചോളാം. എന്താ വാക്കിൻ്റെ അർത്ഥം? സഹോദര എന്ന്. മനസ്സിലായോ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണല്ലോ സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ജാതി മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ട് മലയാളി പഠിച്ചിട്ടില്ലല്ലോ. നിൻ്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടെ വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര നിലവിളിച്ചു. എന്നിട്ടും പഠിച്ചിട്ടില്ല അല്ലേ? അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കാന്ന് ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് അനുവാദം ചോദിക്കാതെ കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ട് പറയുക, പപ്പായും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, അന്യർ കയറി രക്ഷിക്കാൻ. അപ്പോൾ പട്ടിയൊക്കെ ഒഴുകി പോയെന്ന്. മനസ്സിലായോ? 3 മാസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി മക്കളും കൊച്ചുമക്കളും കൂടെ നാട്ടിൽ വന്നപ്പോൾ മതിലിന് 2 ഘട്ടം കൂടെ പൊക്കി കെട്ടി. എന്നിട്ട് അടുത്ത ബോർഡ് വെച്ചു, അന്യരകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കാമെന്ന്. ഇനി അടുത്ത പ്രളയം പറഞ്ഞാൽ ഇവന് മാനസാന്തരം വരാം. മനസ്സിലാക്കുന്നുണ്ടോ? മനുഷ്യൻ അത്രയേ ഉള്ളൂ. പക്ഷേ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഈ ബൈബിൾ എന്താ ഞങ്ങളെ പഠിപ്പിച്ചതെന്നറിയാമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 17:26, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ആദമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനി സൃഷ്ടിച്ചെന്നല്ല. അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഷമീർ ഈ പുസ്തകം കൈകൊണ്ട് തൊടത്തില്ലായിരുന്നു. എഴുതിയത് എന്താണെന്നറിയാമോ? ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന്, ആദമിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചെന്ന. വല്ലതും മനസ്സിലായോ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും എല്ലാം ആദാമ്യ രക്തം, ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്ന്. ഇത്ര മനോഹരമായൊരു പുസ്തകം. ഇതല്ലാതെ ഏത് പുസ്തകമാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടത്? ഒറ്റ രക്തമെന്ന് പഠിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി അത് ഒരാവേശത്തിന് പറഞ്ഞാൽ ഒന്നുമല്ല. നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു. അടുത്ത മെഡിക്കൽ ലാബിലേക്ക് കൊണ്ട് കൊടുക്കുക. മെഡിക്കൽ പെമ്പിളേർ 10 മിനിറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് തരും, ഇത് ആന, ഇത് ആട്, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം, മറക്കരുത്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? ദേ മാറിപ്പോവലെ, മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിലച്ഛൻ. അങ്ങനെ ഇവിടെ ആരും തരത്തില്ല. ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, അവിടെ നിൽക്കട്ടെ. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം. ഏതാ? മനുഷ്യൻ്റെ രക്തം. അങ്ങനല്ലേ പറയുന്നത്? അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലില്ലല്ലോ? ഉണ്ടോ? രക്തം കൊടുക്കുമ്പോൾ മസിലുണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ട ക്രിസ്ത്യാനി ചെറുക്കൻ ബൈക്ക് ഓടിച്ച് പോയി ടിപ്പറിൻ്റെ അടിയിൽ ചെന്ന് കയറി തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ, ക്രിസ്ത്യാനി ദൈവം, ഈശോയേ എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുവാൻ കരഞ്ഞു. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSSകാരൻ കരച്ചിൽ കേട്ടച്ച് പറഞ്ഞു, അമ്മ കരയണ്ട അമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട വേണ്ട, നീ BJP അല്ലേ, നീ ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ, പറയത്തുമില്ലല്ലോ. ഒറ്റ രക്തം. ഇനി കിഡ്നി കൊടുക്കുമ്പോഴോ?
അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി. മനോരമയിൽ ഒരു പരസ്യം ചെയ്തു, കിഡ്നി വേണം. പരസ്യം കണ്ടു വന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ, പുള്ളിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറയുമോ? പറഞ്ഞിട്ടുണ്ടോ? ഇനി പറയുമോ? അപ്പോഴൊന്നും ആർക്കും മസിലില്ല. പിടികിട്ടിയോ? ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി തണ്ടും തടിയൊക്കെ വെച്ച് പിന്നെ അതിൽ ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ ഉരുട്ടി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് മുഴച്ച് പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ ചിന്ത ആരും കയറി എന്തും ചെയ്യാമെന്ന്. എടാ പേട്ട് മനുഷ്യ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും വാഴപ്പിണ്ടി പോലെ റോഡെ കിടക്കുമെന്ന് മിനിമം ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ചിന്തിക്കാൻ ഇവിടെ മനുഷ്യന് തലച്ചോറില്ലല്ലോ, തമ്മിലടിക്കാനല്ലേ നേരം. ഈ തമ്മിലടിക്കുന്നതിനിടയിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പുറത്ത് കിടക്കുന്ന കാവ്യ ഉടുത്തവനും ഇപ്പുറത്തെ തൊപ്പിയിട്ടവനും നിന്നെയും എന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നും അവൻ നിന്റെ കൂടപ്പിറപ്പാണെന്നും ഉള്ള സന്ദേശം ഈ തലച്ചോറിൻ്റെ അകത്ത് ദൈവം തന്നപ്പോൾ നീ കള്ളു കുടിച്ച് കിടക്കുന്ന കാണുമ്പോൾ, നീ ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നീ ചാകാൻ ശ്രമിച്ചെന്ന് കേൾക്കുമ്പോൾ, നിന്റെ കുടുംബം തകർന്നെന്നറിയുമ്പോൾ, നീ കുടുംബ കോടതി നിൽക്കുന്നെന്ന് കാണുമ്പോൾ, നീ ആശുപത്രിയിലായെന്ന് അറിയുമ്പോൾ, നിന്റെ രക്തബന്ധങ്ങൾക്കുണ്ടാകാത്തൊരു പെയിൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം തരുന്നത് കൊണ്ടാണ് വലിഞ്ഞു കയറി നിന്റെ അടുക്കൽ നീ ആയിരിക്കുന്ന പ്രതിസന്ധി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അത്ര നന്മയുള്ള പുണ്യമുള്ള സന്ദേശമാണ് സുവിശേഷം. അല്ല കട്ടപ്പനയിൽ നിങ്ങൾ പറ, കഴിഞ്ഞ വർഷം ഇവിടെ ഒരു യോഗം നടത്തി, അത് കേട്ട അന്ന് തൊട്ട് എൻ്റെ കെട്ടിയോൻ കുടിയനായെന്ന് പറയാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനി യോഗം നടത്തുകയില്ല. നിങ്ങളുടെ സുവിശേഷം കേട്ട അന്ന് തൊട്ട് എൻ്റെ കൊച്ചു കഞ്ചാവ് പഠിക്കാൻ തുടങ്ങിയെന്ന് ഒരമ്മയപ്പനും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സുവിശേഷം നിർത്തിയേക്ക ഇന്നത്തോടെ കഴിയത്തില്ല. പകരം ഇന്നലെ വരെ കള്ളും കുടിച്ചും കഞ്ചാവ് അടിച്ചും അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും പോലീസിനും തലവേദനയായി ജീവിച്ച ഷമീറിനെ പോലെ, സിയാദിനെ പോലെ, സുരേഷിനെ പോലെ, രമേശിനെ പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് സുവിശേഷം. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് പറയാം, ഒരു നാണയത്തുട്ട് ചെലവാക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഇന്ന് രാത്രി നിൽക്കുന്ന നിപ്പിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു യേശുവിന് വേണ്ടി തുറക്കപ്പെട്ടാൽ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് അടിവരയിട്ട് ഉറപ്പു തരാം. ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൻ്റെ ചരിത്രം മാറി നാളെ ഇതേ പട്ടണത്തിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച് സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലും പോരാ, മരണത്തിനപ്പുറത്ത് സൗജന്യമായ നിത്യജീവനും സാധ്യമാക്കി തരുന്ന ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പാപമോചനം പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് നന്മയിലും സമാധാനത്തിലും ജീവിപ്പാൻ ഈ സന്ദേശം കട്ടപ്പന ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ അവസാനത്തെ കുത്തും ഇടുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അനുഭവത്തിൽ യേശുക്രിസ്തു വരുത്തിയ മാറ്റത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ജനസമൂഹം ഒന്നിച്ച് ഈ കട്ടപ്പന ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് തിന്മയുടെ, തെറ്റിൻ്റെ, ഇരുട്ടിൻ്റെ, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലവേ ഇല്ലെന്ന് ആവർത്തിച്ച് വിളംബരം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തുമിടുകയാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ശാന്തമായി എന്നെ കേട്ട ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് മൈക്ക് കൈമാറുന്നു. വീണ്ടും പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കും. ഒരു നിമിഷം നിങ്ങൾ നിൽക്കുന്ന നിപ്പിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി ലോകരക്ഷകനായ, ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെട്ടാൽ ആ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിപ്പാൻ ഇടയായിത്തീരുമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് വിടവാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകും.